നമസ്കാരം. ഈ കാണുന്നത് പച്ചമുളകിൻ്റെ തൈകളാണ്. ഇപ്പം നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഗ്രോ ബാഗിൽ ഏതാണ്ട് ഒരു 15ഓളം ഗ്രോ ബാഗിൽ നമ്മളിതുപോലെ നട്ട മുളക് തൈകളാണ്. ഇപ്പം നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ വാങ്ങിച്ചത് ഇവിടെയുള്ള അടുത്തുള്ള കൃഷിഭവനിൽ നിന്ന് വാങ്ങിയ തൈകളാണ്. ഏതാണ് വെറൈറ്റി എന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ തൈകൾ നട്ട് അത്യാവശ്യം അതിന് പൂ പിടിക്കാൻ തുടങ്ങിയ സമയങ്ങളിൽ ഇതിന് ഒരു മുരടിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇലകളെല്ലാം ചുരുളുന്ന ഒരു മുരടിപ്പ് രോഗം ഇതിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് അതിന് കായ്കൾ നന്നായിട്ട് വരാതെ നിൽക്കുന്ന ഒരു സമയത്ത്, അങ്ങനെയാണ് ഞാൻ ആ സമയത്ത് വീട്ടിൽ നമ്മൾ ജപ്പാനിലുള്ള സമയത്താണ്. അപ്പം അവിടെ സാധാരണയായിട്ട് കർഷകർ പ്രയോഗിക്കുന്ന ചെറിയൊരു ടെക്നിക്ക്, അത് നമ്മുടെ നാട്ടിലും പല ആളുകളും ഉപയോഗിക്കുന്നുണ്ട്. അതായത് വിനാഗിരി സോഡാപ്പൊടി അത് രണ്ടും പച്ചവെള്ളത്തിൽ ഒരു പ്രത്യേക അനുപാതത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി. അത് തക്കാളി അതുപോലെ തന്നെ പച്ചമുളക് ഇത്തരം ഒട്ടുമിക്ക ചെടികളിലും അവർ സ്പ്രേ ചെയ്ത് ഒരു 15 ദിവസം ഇടവേളകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം നമ്മളും ഇവിടെ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം അങ്ങനെ ആ ഒരു മുരടിപ്പും കാര്യങ്ങളൊക്കെ പോയി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുളക് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മുളക് നമുക്ക് ആവശ്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാം എന്നുള്ളത്, ഈ മുളകുകൾ പഴുത്ത് കഴിയുമ്പോൾ ഒറ്റയടിക്കെല്ലാം പഴുക്കില്ല, പഴുക്കുന്നത് ഘട്ടം ഘട്ടമായിട്ട് ഇത് പഴുക്കുള്ളൂ. അപ്പം പഴുക്കുന്ന ഓരോന്ന്, ഇപ്പം നമുക്ക് ഈ ഒരു ചെടിയിൽ നിന്ന് ഇപ്പം കാണുന്നത് ഒരു മുളക് മാത്രമാണ് പഴുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇതേപോലെ ഡെയിലി രാവിലെയും വൈകുന്നേരം നമ്മൾ വെള്ളം നനയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പഴുത്ത മുളകുകൾ പറിച്ചെടുത്തിട്ട് നമ്മുടെ വീട്ടിലെ പച്ചമുളകിൻ്റെ ആവശ്യവും നമുക്ക് കഴിയും. അതേപോലെ തന്നെ പഴുത്ത മുളകുകൾ എടുത്ത് നമുക്ക് ഇതേപോലെ ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു വീട്ടിൽ ഏതാണ്ട് ഒരു 5 പേരൊക്കെ അടങ്ങുന്ന ഒരു കുടുംബത്തിൽ ഏതാണ്ട് ഒരു വർഷത്തേക്ക് നമുക്കൊരു 2 കിലോത്തോളം മുളക് പൊടി ആവശ്യം വരുന്നുണ്ട്. അപ്പം നമ്മൾ ഏതാണ്ട് ഒരു 10-20 ചെടികൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള അത്രയും ഒരു വർഷത്തേക്ക് വേണ്ടുന്ന മുളക് നമുക്ക് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച്, അതായത് ഒറ്റയടിക്ക് നമുക്ക് കിട്ടില്ല, പക്ഷേങ്കിൽ ഓരോന്നായിട്ട് ഇതേപോലെ പറിച്ച് നമ്മൾ വെയിലത്ത് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇവിടുന്ന് പറിച്ച ഇനിയും ഒരുപാട് പറിക്കാനുണ്ട്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 1/2 കിലോയിൽ കൂടുതൽ ഇപ്പം ഓൾറെഡി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ കുറേശ്ശെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഡെയിലി അത് എടുത്ത് നമുക്കത് പൊടിപ്പിച്ച് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ പുറമേ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മുളകുകൾ, അതുപോലെ മുളക് പൊടികളിലും മായം ചേർത്തതും അല്ലെങ്കിൽ വിഷാംശമുള്ളതൊക്കെയാണ്. അപ്പോൾ അത് നമുക്കൊരു പരിധി വരെ ഒരു ഫുഡ് സേഫ്റ്റി എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി കഴിയും. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ പല ആളുകളും ഇത് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണക്കിയെടുത്ത മുളക്, നല്ല റെഡിഷ് കളറുള്ള, ഏത് വെറൈറ്റി ആണെന്ന് അറിയില്ല.